രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ അവസാന ഞായറാഴ്ചയായ ഇന്ന് സാർവത്രിക കത്തോലിക്ക സഭ സർവലോകരാജനായ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മഹോത്സവം കൊണ്ടാടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുപറയുകയാണ്, യേശു ക്രിസ്തുവാണ് രാജാതി രാജൻ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നാഥനും ഗുരുവുമായി നമ്മൾ ആദരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും ഒപ്പം തന്നെ സർവ്വലോകത്തിൻ്റെയും രാജാവായിട്ട് നമ്മളുടെ ജീവിതത്തിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുക. ഈ അനുഗ്രഹം നിറഞ്ഞ അവിടുത്തെ പരിശുദ്ധ ബലിയിലായിരിക്കുമ്പോൾ ഈ ബലി അർപ്പിക്കേണ്ടതിന് തക്കതായ യോഗ്യരാകേണ്ടതിന് അവിടുത്തെ കാരുണ്യത്തിനായിട്ട് നമുക്ക് ക്ഷണപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു,
മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ താതനാം അങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനീഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനീഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനിത്യമായ ദൈവമേ, സർവ്വലോകത്തിൻ്റെയും രാജനായ അങ്ങേ പ്രിയപുത്രനിൽ സമസ്തവും ക്രമവത്കരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തര ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങേ വാഴ്ത്തി പുകഴ്ത്തുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സാമൂലിന്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്തെ ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണിൽ ദാവീദിന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. സാവൂൾ ഞങ്ങളുടെ രാജാവായിരുന്നാൽ പോലും നീ എത്ര ഇസ്രായേലിനെ നയിച്ചത്? എൻ്റെ ജനമായ ഇസ്രായേലിനെ നീ ഇടയനും അധിപനും ആയിരിക്കും എന്നെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുത്ത് വന്നു. ദാവീദ് രാജാവ് അവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നന്നായി പണിതിണക്കിയ നഗരമാണോ ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു, കർത്താവിൻ്റെ ഗോത്രങ്ങൾ. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അവർ വരുന്നു. അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു, ദാവീദ് ഭവനത്തിൻ്റെ ന്യായാസനങ്ങൾ. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്നാണ് ദൈവം തിരുമനസ്സായി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ ആസന്നമായ രാജ്യം അനുഗ്രഹീതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത് ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് വിന്നാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ച് പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദ്വേഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും ആ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്.
നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുൾ ചെയ്തു, സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ ആയിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തന്നെ സർവ്വലോകത്തിൻ്റെയും രാജാവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നന്മകളും നിങ്ങൾക്ക് നേരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മൾ യേശുക്രിസ്തുവിനെ രാജാതിരാജനായിട്ട് പ്രഘോഷിച്ചുകൊണ്ട് ഈ മഹോത്സവം വളരെ ആർഭാടത്തോടുകൂടെ തന്നെ ആഘോഷിക്കാറുള്ളത്. നമ്മുടെ ആരാധനാക്രമ വത്സരം അനുസരിച്ച് അതിൻ്റെ തുടക്കം ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ ആദ്യത്തോടുകൂടിയാണ് മംഗളവാർത്ത അല്ലെങ്കിൽ ആഗമന കാലം മുതൽ നമ്മൾ ഒരു പുതിയൊരു ആരാധനാക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ മംഗളവാർത്തക്കാലം കഴിഞ്ഞ് ഉയർപ്പ് കാലം കഴിഞ്ഞ് ആഗമനകാലവും ഉയർപ്പും ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആണ്ടുവട്ടത്തിലെ സാധാരണ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം തപസ് കാലം ആരംഭിക്കുന്നു. വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. വീണ്ടും നമ്മൾ പെസഹക്കാലം ഒക്കെ ഇങ്ങനെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ആണ്ടുവട്ടത്തിലെ സാധാരണ ആഴ്ചകൾ 33 കർത്താവിൻ്റെ 33 വർഷത്തെ ഈ ലോക ജീവിതത്തെ അനുസ്മരിക്കുന്ന ഈ 33 ആഴ്ചകൾ. ഒപ്പം തന്നെ ഈ 33 വയസ്സുകളിലൂടെ കടന്നു പോയിരിക്കുന്ന പീഡാസഹനങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പെന്തക്കോസ്ത ഒക്കെ നമ്മൾ ഇതിനിടയിൽ ധ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ആകുവാനായിട്ട് പോകുമ്പോഴേക്കും ഒരു ക്രിസ്തീയ വിശ്വാസി തൻ്റെ ആത്മീയ ജീവിതത്തിലെ പ്രാർത്ഥനയിലും ഒപ്പം തന്നെ ധ്യാനത്തിലുമൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ആത്മീയതയാണ് യേശുനാഥൻ യേശു ക്രിസ്തു സാക്ഷാൽ ലോകാധി രാജനാണ് എന്ന്, ഈ സമസ്ത ലോകത്തിൻ്റെയും രാജാധി രാജനാണ് എന്ന്. ആ തിരുനാളാണ് നമ്മൾ ഇന്ന് കൊണ്ടാടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ രാജാവ് എന്ന് പറയുമ്പോഴും ഈ ലോകത്തിൽ രാജാവ് എന്ന സങ്കല്പവുമൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് അധികാരമുള്ളവൻ, തന്നിഷ്ടം പോലെ എന്തും ചെയ്യുവാൻ സാധിക്കുന്നവൻ, ഒപ്പം തന്നെ ജീവിതം നന്നായിട്ട് ആസ്വദിക്കുന്നവൻ. എന്നാൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അറിവ്, ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ അത് അപ്രാപ്യമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. കാരണം ഈ ലോകം കാണുന്ന രാജാവ് എപ്രകാരമായിരിക്കുന്നു അങ്ങനെയൊന്നുമല്ല യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് നമുക്ക് ഈ ഒരു വർഷത്തെ ആത്മീയ ജീവിതവും ധ്യാനത്തിലൂടെയുമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാറുണ്ട്. കാരണം ഈ ലോകത്തിലേക്ക് ജനിച്ച് ഈ ലോകത്തിലേക്ക് വന്നത് രാജകൊട്ടാരത്തിലേക്കല്ല, സിംഹാസനത്തിലേക്കല്ല, പുൽക്കൂടിലേക്കാണ്. വീണ്ടും അവൻ കളിച്ചു വളർന്നത് സിംഹാസനത്തിലോ വലിയ പാർക്കുകളിലോ ഒന്നുമല്ല, മറിച്ചോ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു യഹൂദനായിട്ടാണ്, ഒരു വ്യക്തിയായിട്ടാണ്. ഒപ്പം തന്നെ തിന്മകൾക്ക് ഇടയിൽ ജീവിക്കുമ്പോൾ ആ തിന്മകളൊന്നും തങ്ങളെ സ്പർശിക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഹെറോദോസിൻ്റെ സമയത്തൊക്കെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടതായിട്ട് വരുന്നു. വീണ്ടും ഹെറോദോസിൻ്റെ മരണത്തിന് ശേഷം
തിരികെ വരേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ യേശുനാഥൻ പറഞ്ഞതുപോലെ മനുഷ്യപുത്രനെ തലചായ്ക്കുവാൻ മണ്ണിന് ഇടമില്ല എന്ന് പറഞ്ഞത് ഒരു രാജാവാണ്, ഒരു രാജകീയ സങ്കല്പമാണ്. ആത്മീയമായിട്ടുള്ള ഈ ധ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി രാജാവിന് വേണ്ടുവോളം ജീവിതം ആസ്വദിക്കാമെന്ന് പറയുമ്പോഴും യേശുനാഥൻ എങ്ങനെയാണത് ആസ്വദിച്ചത്? തൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ചും തൻ്റെ ആപാപിതാവിനെ തൃപ്തിപ്പെടുത്തുവാനും ഒപ്പം തന്നെ ആ പിതാവിൻ്റെ ഇഷ്ടം മരണത്തോളം അല്ലെങ്കിൽ മരണത്തെക്കാളും ഉപരിയായിട്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുകയും അത് പ്രായോഗികമായ ജീവിതത്തിലൂടെ അത് പ്രകടമാക്കുകയും ചെയ്താണ് അവൻ രാജാവായി തീർന്നത്. പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. ഒപ്പം തന്നെ പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ നൽകി അവിടുത്തെ മക്കളെ സ്വതന്ത്രരാക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക, നിൻ്റെ മാനുഷികമായിട്ടുള്ള ദൃഷ്ടിയിൽ ഒരു രാജാവ് എങ്ങനെയായിരിക്കണമെന്ന് നീ ചിന്തിക്കുന്നു, അത് നിൻ്റെ സ്വാർത്ഥതയും ഒപ്പം തന്നെ നിൻ്റെ പരിസരത്തുള്ള സ്വാർത്ഥതകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നീ ചിന്തിക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു രാജാവായിരിക്കേണ്ടവൻ, യഥാർത്ഥത്തിൽ ഒരു അധികാരിയായിരിക്കേണ്ടവൻ, യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ഗുരുവായിരിക്കേണ്ടവൻ, യഥാർത്ഥത്തിൽ ഒരു സാധാരണ മനുഷ്യനായിരിക്കേണ്ടവൻ എങ്ങനെയാണെന്ന് യേശുനാഥൻ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ രാജാവല്ല, മറിച്ച് എൻ്റെ രാജ്യം ഐഹികമല്ല, മറിച്ചോ സ്വർഗത്തിൽ നീ ആ സ്വർഗത്തിലെ ആ സാന്നിധ്യം നീ ഉൾക്കൊള്ളണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നിന്നെ രാജാവായിട്ട് ഈ ലോകത്തിലല്ല നീ വാഴ്ത്തപ്പെടേണ്ടത്. ഈ ലോകത്തിൽ വാഴ്ത്തപ്പെടുന്ന രാജാവ് എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്നവനൊന്നുമല്ല, മറിച്ചോ അത് ഒരുപക്ഷെ തിന്മയുടെയും മാനുഷിക ബലങ്ങളുടെയും ബലഹീനതകളുടെയും ഒക്കെ ആകത്തുകയായി എന്ന് വരാം. എന്നാൽ സ്വർഗത്തിൽ നീ എത്തിച്ചേരണമെങ്കിൽ, ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ നീ എത്തിച്ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പിന്നാലെ നീ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ആത്മീയമായിട്ടുള്ള ഒരു പക്വത, ഒപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ഒരു സഞ്ചാരം, ഒരു യാത്ര, ആത്മീയമായിട്ടുള്ള ഒരു ജീവിതം. ഈ ജീവിതം മാത്രമാണ് രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ആയതിനാൽ ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിലല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ് നീ തീർച്ചയായിട്ടും രാജാതിരാജവനെ പോലെയായി മാറേണ്ടത് എന്ന്. ഒപ്പം നീ ക്രിസ്തുവിനെ രാജാതിരാജനായിട്ട് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവിടുത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആ മഹത്വം നിൻ്റെ ജീവിതത്തിൽ നീ കാണിക്കേണ്ടതുണ്ട്. കാരണം ഈ ലോകത്തിലെ രാജാവല്ല, ഈ ലോകത്തിലെ സുഖങ്ങളല്ല, മറിച്ചോ സാക്ഷാൽ ക്രിസ്തുവിനെ പോലെയായി മാറുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ പോലെ നിനക്കും ഈ ലോകത്തിൻ്റെയും വരുന്ന ലോകത്തിൻ്റെയും ആ അധികാരിയായിട്ട് മാറുവാനായിട്ട് സാധിക്കുക. അതായത് ദൈവം തരുന്ന കൃപ നീ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ രാജാതിരാജനായിട്ട് പ്രഘോഷിക്കുമ്പോൾ ആ ക്രിസ്തീയ മൂല്യങ്ങൾ ഒന്ന് വിട്ടുകളയാതെ, ആ ക്രിസ്തു എപ്രകാരമാണോ രാജാതിരാജനായി മാറിയത്, ആ മൂല്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ രാജ്യത്തിൽ ആ പങ്കാളിത്തം ലഭിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാ ദൈവത്തിൽ വിശ്വസിക്കുന്നേ,
ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നൂറുഹായ ധന്യശരീരമെടുത്തു നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടുന്നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായി. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം
ഇഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, തിരുസഭയെ നയിക്കുവാൻ അങ്ങ് ഫലമേൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് ദാവിനെയും മറ്റെല്ലാ അജപാലകരെയും വളരെ പ്രത്യേകമായി ഇന്ന് നമുക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഫാദർ ജോഷിയെയും ഇവരുടെ നിയോഗങ്ങളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവരെ അങ്ങയുടെ കൃപാവരങ്ങളാൽ നിറച്ച് ധന്യരാക്കണമെന്നും തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നയിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സർവചരാചരങ്ങളുടെ അതിനാഥനായ ദൈവമേ, അങ്ങേ പുത്രനായ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാനും അങ്ങേ പ്രജകൾക്കൊത്ത വിധം ശാന്തിയുടെ ദൂതരായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. എന്റെ രാജ്യം അഹീകമല്ല എന്നരുൾ ചെയ്ത സ്നേഹ രാജ, എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സത്യത്തെ അസത്യമാക്കാതെയും നീതിയെ അനീതിയാക്കാതെയും ധർമ്മത്തെ അധർമ്മമാക്കാതെയും ജനനന്മ മാത്രം മുൻനിർത്തി രാഷ്ട്രം ഭരിക്കുവാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ആശ്വാസദായനായ ദൈവമേ, വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുതലും സംരക്ഷണവും എന്നും അവരുടെ മേലുണ്ടാകണമേ. അവരുടെ വേദനകളിൽ ആശ്വാസമായി കടന്നു ചെന്ന് അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശനത്താൽ അവരെ സുഖപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ മരണത്തിന്റെ അതിനാഥനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇഹലോക ജീവിതത്തിലെ അവരുടെ എല്ലാ പാപക്കറകളും നീക്കി നല്ല കളന് പർദീസ വാഗ്ദാനം ചെയ്ത അവരുടെ പർദീസയിലേക്ക് അവരെയും ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയെ കീട ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാം.
നൽകാം. കാഴ്ചയെ കീടാം ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാം. കാഴ്ചയേകിടാം ഇന്നു പൂർണ്ണമായി നൽകാം. കണ്ണീർ കണങ്ങളാൽ കഴുകിടാം. പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ പൂർണ്ണമാ. കണ്ണീർ കണങ്ങളാൽ കഴുകിടാം. പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ പൂർണ്ണമാ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മാനവ വംശത്തെ അങ്ങയോട് രമ്യപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്ക് അർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവ്വലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അഭിഷേചിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിൻ്റെ അൽത്താരയിൽ നിർമ്മലവും സമാധാനദായകവുമായ ബലി അർപ്പിച്ചുകൊണ്ട് മാനവ പരിത്രാണത്തിൻ്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവ സൃഷ്ടിജാലങ്ങളുടെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കുകയും അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിൻ്റെയും ജീവൻ്റെയും രാജ്യം, പരിശുദ്ധയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അതിശയന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന, ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന, ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന, അത്യുന്നതങ്ങളിൽ ഓസാന.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്ന, ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്ന ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകാമറിയത്തിൻ്റെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ എന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയം ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സംപ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഗ്ധനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. കർത്താവ് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടുത്തോടു കൂടെ സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിനു നന്ദി. അംബികേ നാദേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണൈ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. അംബികേ നാദേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണൈ